പൊന്നോണത്തെ വരവേൽക്കാൻ ഒരുങ്ങി മലയാളികൾ. പുത്തൻ ഉടുപ്പുകൾ വാങ്ങാൻ, സദ്യയ്ക്കുള്ള പച്ചക്കറികൾ വാങ്ങാൻ, ഉപ്പേരിക്കടകളിൽ നിന്നും ചൂടോടെ ഉപ്പേരിയും ശർക്കര പുരട്ടിയും വാങ്ങാൻ ഓട്ടപ്പാച്ചിലായിരുന്നു ശനിയാഴ്ച. തിരുവോണത്തിന് കോടി ഉടുത്ത് സദ്യവട്ടമൊരുക്കാനായി ഓണത്തലേന്ന് ഒരു ഓട്ടപ്പാച്ചിൽ പതിവാണ്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാരിന്റെ ഔദ്യോഗിക ഓണാഘോഷം ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും ജനങ്ങളെ ഇതത്ര കാര്യമായി ബാധിച്ചിട്ടില്ലെന്ന് വേണം കരുതാൻ. തമിഴ്നാടിനെ അധികം ആശ്രയിക്കാതെയിരിക്കാൻ നാടെങ്ങും ഇത്തവണ ബന്ദിപ്പൂ കൃഷി നടത്തിയിരുന്നു. ആഘോഷ പരിപാടികളിൽ മിതത്വം പാലിച്ചതിനാൽ പൂവിപണിയിൽ വേണ്ടത്ര ഉണർവുണ്ടായിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ. ചങ്ങനാശ്ശേരി, ആലപ്പുഴ ടൗണുകളിലെ വസ്ത്രശാലകൾ, പഴം, പച്ചക്കറി, പലചരക്ക് മാർക്കറ്റുകൾ, ഉപ്പേരിക്കടകൾ എന്നിവിടങ്ങളിൽ തിരക്കനുഭവപ്പെട്ടു. ഭവനങ്ങൾ വൃത്തിയാക്കിയും മോടി പിടിപ്പിച്ചും മാവേലിയെ കാത്തിരിക്കുകയാണ് മലയാളികൾ. ശുഭപ്രതീക്ഷകളുമായി ഇനി പൊന്നോണ പുലരിയിലേക്ക്. ഏവർക്കും KCV ന്യൂസിന്റെ ഓണാശംസകൾ. ചങ്ങനാശ്ശേരി ഗവൺമെന്റ് ജനറൽ ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഭാഗമായി 80 കോടി രൂപയുടെ പുതിയ കെട്ടിടത്തിന് ടെൻഡർ ക്ഷണിച്ചതായി അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ MLA. ഇത് ചങ്ങനാശ്ശേരിക്ക് ലഭിച്ച ഓണ സമ്മാനമാണെന്നും തന്റെ 3 വർഷത്തെ നിരന്തര പരിശ്രമത്തിന് ലഭിച്ച അംഗീകാരമാണിതെന്നും MLA പറഞ്ഞു. കിഫ്ബി മുഖാന്തരം 80 കോടി രൂപ മുടക്കിയാണ് ആശുപത്രി നവീകരണം നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി ഏകദേശം 54 കോടി 87 ലക്ഷം രൂപ ഉപയോഗിച്ച് 5 നിലകളിലായാണ് പുതിയ കെട്ടിടം വരുന്നത്. അത്യാധുനിക നിലവാരത്തിലുള്ള 4 പ്രധാന ഓപ്പറേഷൻ തിയേറ്ററുകൾ, 1 മൈനർ ഓപ്പറേഷൻ തിയേറ്റർ, കീമോതെറാപ്പി, ഡയാലിസിസ്, ഓർത്തോ വിഭാഗം, നേത്രരോഗ വിഭാഗം, സർജിക്കൽ വിഭാഗം, മെഡിക്കൽ വിഭാഗം, ENT, ത്വക്ക് രോഗ വിഭാഗങ്ങൾ തുടങ്ങിയവ ഉണ്ടാകും. കൂടാതെ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും ഡ്യൂട്ടി റൂമുകളും, രോഗികളുടെ കൂട്ടിരിപ്പുകാർക്കുള്ള മുറികളും, വയോജന ശിശു സൗഹൃദ റൂമുകളും, ഭിന്നശേഷി സൗഹൃദ സജ്ജീകരണങ്ങളും, പോലീസ് എയ്ഡ് പോസ്റ്റും ഒരുക്കും. CT സ്കാൻ, ഫാർമസി, റേഡിയോളജി, സർജിക്കൽ വാർഡുകൾ, റെസ്റ്റ് റൂമുകൾ, പാൻട്രി, ഐസൊലേഷൻ റൂം, പ്ലാസ്മ സ്റ്റോർ റൂം, കൗൺസിലിംഗ് റൂം, ലിഫ്റ്റ് സംവിധാനം തുടങ്ങിയ അത്യാധുനിക നിലവാരത്തിലും കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തിയുമുള്ള കെട്ടിടമാണ് ചങ്ങനാശ്ശേരിക്ക് ലഭിച്ചിരിക്കുന്നതെന്ന് MLA അറിയിച്ചു. എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി. നമുക്കറിയാവുന്ന പോലെ കിഫ്ബിയാണ് ഈ ഫണ്ടിങ് ഏജൻസി. ഹൈറ്റ്സ് ആണ് അതിൻ്റെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മേൽനോട്ടം. ഒരു വലിയ ഹോസ്പിറ്റലാക്കി മാറ്റിയെടുക്കാൻ സാധിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊരു ഓണ സമ്മാനമാണ്. അടുത്ത തലമുറയ്ക്ക് നമുക്കിവിടെ സൂചിപ്പിച്ച പോലെ ഗ്രൗണ്ട് +4 ആണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ ട്രാജിക് ആൻഡ് ഒബ്സർവേഷൻ റൂം ഉണ്ടാവും, പ്രൊസീഡിംഗ് റൂം ഉണ്ടാവും, മൈനർ OT ഉണ്ടാവും, പോലീസ് എയ്ഡ് പോസ്റ്റ് ഉണ്ടാവും, ഡ്യൂട്ടി ഡോക്ടേഴ്സിൻ്റെയും അതുപോലെ തന്നെ നേഴ്സസിൻ്റെ റൂംസ് ഉണ്ടാവും, ഫാർമസി ഉണ്ടാവും, CT സ്കാൻ ഉണ്ടാവും, റേഡിയോളജി ഉണ്ടാവും, എക്സ്റേ ഉണ്ടാവും, NGPS റൂം ഉണ്ടാവും. ഓരോ നമ്പർ ഓഫ് ബെഡ്സിൻ്റെ ഈ പുതിയ ബിൽഡിങ്ങിൽ 138 ബെഡ്സ് വരുന്നു. അത് ഓരോന്നിനും സർജിക്കൽ വാർഡ് 24 ബെഡ്, മെഡിക്കൽ വാർഡിൽ 24 ബെഡ്, ഓർത്തോയിൽ വാർഡിൽ 12 ബെഡ്, ഒപ്തോമോളജി വാർഡിൽ 12 ബെഡ്. 26 കോടി രൂപ ഉപയോഗിച്ച് അത്യാധുനിക സജ്ജീകരണങ്ങളും ഉപകരണങ്ങളും മറ്റും ഒരുക്കും. 3 വർഷത്തെ കൃത്യമായ ഇടപെടലിലൂടെയാണ് പദ്ധതി യാഥാർത്ഥ്യമായതെന്ന് MLA പറഞ്ഞു. ലോകോത്തര നിലവാരത്തിലുള്ള ചികിത്സ ജനങ്ങൾക്ക് നൽകാൻ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ സഹായകരമാകുമെന്നും അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ MLA അഭിപ്രായപ്പെട്ടു. ഉത്രാട ദിനത്തിൽ കോട്ടയം വയസ്കര രാജ്ഭവൻ കോവിലകത്തെത്തി ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ ഉത്രാടക്കിഴി കൈമാറി. വയസ്കര കോവിലകത്തെ NK സൗമ്യവതി തമ്പുരാട്ടിക്കാണ് 1001 രൂപ അടങ്ങിയ ഉത്രാടക്കിഴി സർക്കാർ പ്രതിനിധിയായ കോട്ടയം ജില്ലാ കളക്ടർ കൈമാറിയത്. കൊച്ചി രാജാവ് രാജകുടുംബാംഗങ്ങളായ സ്ത്രീകൾക്ക് ഓണത്തിനോടനുബന്ധിച്ച് നൽകിയിരുന്ന സമ്മാനമായിരുന്നു ഉത്രാടക്കിഴി. കൊച്ചി രാജവംശത്തിന്റെ പിന്മുറക്കാരി എന്ന നിലയിലാണ് വയസ്കര കോവിലകത്തെ രാജരാജവർമ്മയുടെ ഭാര്യ സൗമ്യവതിക്ക് കിഴി കൈമാറിയത്. തൃശൂർ കളക്ടറേറ്റിൽ നിന്ന് അനുവദിക്കുന്ന തുക ബന്ധപ്പെട്ട തഹസിൽദാർമാർക്ക് കൈമാറുകയാണ് ചെയ്യുന്നത്. മുമ്പ് 14 രൂപയായിരുന്ന തുകയാണ് പിന്നീട് 1001 രൂപയായി വർദ്ധിപ്പിച്ചത്. ചടങ്ങിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA സന്നിഹിതനായിരുന്നു. കോട്ടയം തഹസിൽദാർ SN അനിൽകുമാർ, കോട്ടയം വില്ലേജ് ഓഫീസർ M നിയാസ് എന്നിവരും പങ്കെടുത്തു. ഈശ്വരചിന്തയും നാടിൻ്റെ നന്മയും ആഗ്രഹിക്കുന്ന സമൂഹം വളർന്നു വന്നാൽ മാത്രമേ സമൂഹത്തിൽ ഐക്യത്തിൻ്റെ ദീപം തെളിയിക്കാൻ കഴിയുകയുള്ളൂവെന്ന് ചങ്ങനാശ്ശേരി ഫൊറോന വികാരി ഫാദർ ഡോക്ടർ ജോസ് കൊച്ചുപറമ്പിൽ. പാവങ്ങളെയും രോഗികളെയും ചേർത്ത് പിടിക്കുമ്പോൾ ഓണം ആനന്ദകരമായി മാറുമെന്നും അദ്ദേഹം പറഞ്ഞു.
കത്തോലിക്ക കോൺഗ്രസ് ചങ്ങനാശ്ശേരി ഫൊറോന സമിതി ചങ്ങനാശ്ശേരി താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ നടത്തിയ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഫാദർ ഡോക്ടർ ജോസ് കൊച്ചുപറമ്പിൽ. ചങ്ങനാശ്ശേരിയിൽ നല്ല ഒരു ഹോസ്പിറ്റൽ ഉണ്ടാകുമെന്നുള്ള നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ ആഗ്രഹം സഫലമാക്കി ഇന്നത് ഗവൺമെൻറ് നേതൃത്വത്തിൽ വളരെ ഭംഗിയായി സാധാരണക്കാർക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള ശുശ്രൂഷ നൽകുകയാണ്. നമ്മളെല്ലാവരും അഭിനന്ദിക്കുകയും ഈ ഓണത്തിൻ്റെ സമയം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എല്ലാവരും നമ്മളുടെ മതവും ജാതിയും വേഷവും സംസ്കാരവും എല്ലാം മലയാളികളാണ് നമ്മളെന്നുള്ള അടിസ്ഥാനമായ ഒരു ബന്ധം നമുക്കുണ്ട്. ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ സ്നേഹം പങ്കുവയ്ക്കുകയും അതിൻ്റെ അടയാളമായിട്ട് അല്പം പായസവും ഉപ്പേരിയും ഒക്കെ നമ്മൾ പങ്കുവയ്ക്കുകയും ചെയ്യുകയാണ്. അത് സ്നേഹത്തിൻ്റെ വലിയ അവസരമാണ്. കേരളത്തിൻ്റെ വലിയ മഹത്തായൊരു സംസ്കാരമാണ് മാവേലിയുടെ സംസ്കാരം. മനുഷ്യരെല്ലാവരും ഒന്നുപോലെ അപ്പം അങ്ങനെ നമുക്ക് സമത്വസുന്ദരമായ ഒരു പുതിയ കേരളം കെട്ടിപ്പടുക്കുവാൻ ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുകയാണ്. ഫൊറോന പ്രസിഡന്റ് കുഞ്ഞുമോൻ തൂമ്പുങ്കൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഫൊറോന ഡയറക്ടർ ഫാദർ ലിബിൻ തുണ്ടുകളം മുഖ്യപ്രഭാഷണം നടത്തി. ഗ്ലോബൽ സെക്രട്ടറി ടോമിച്ചൻ അയ്യരുകുളങ്ങര, അതിരൂപത സെക്രട്ടറിമാരായ സൈബി അക്കര, KS ആന്റണി, ബാബു വള്ളപ്പുര, ഫൊറോന ജനറൽ സെക്രട്ടറി ഔസേപ്പച്ചൻ ചെറുകാട്, ട്രഷറർ KP മാത്യു, സെക്രട്ടറി ഷാജി മരങ്ങാട്ട്, വൈസ് പ്രസിഡന്റ് മേരിക്കുട്ടി പാറക്കടവിൽ, ആശുപത്രി ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഓണാഘോഷത്തോടനുബന്ധിച്ച് ആശുപത്രിയിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ജീവനക്കാർക്കും പായസ വിതരണവും നടത്തി. SNDP യോഗം കുട്ടനാട് യൂണിയനിലെ ശാഖായോഗം ഭാരവാഹികളുടെയും പോഷക സംഘടനാ ഭാരവാഹികളുടെയും സംയുക്ത യോഗവും ഓണാഘോഷവും ശനിയാഴ്ച നടന്നു. യൂണിയൻ പ്രാർത്ഥനാ മന്ദിര ഹാളിൽ നടത്തിയ പരിപാടി ചെയർമാൻ PV ബിനേഷ് പ്ലാത്താനത്ത് ഉദ്ഘാടനം ചെയ്തു. ഈ വസ്തു സമ്പാദന ഫണ്ട് എത്രയും പെട്ടെന്ന് ഒരു മാസത്തിനുള്ളിൽ തരാമെങ്കിൽ ആ ഒരു മാസത്തിനുള്ളിൽ തന്നാൽ നമുക്ക് ഈ വസ്തു എഴുതി മേടിക്കാം. ഇപ്പോൾ കുട്ടനാട് യൂണിയന് ഇത്രയും കൂടെ അസറ്റാകും. രണ്ടാമത് ഉള്ള കാര്യം, നമ്മുടെ ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് നമ്മുടെ എല്ലാ യൂണിയനുകളിൽ നിന്നും ഒരു ഫണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. ഞങ്ങളുമെല്ലാം കുറച്ച് കാശ് കൊടുത്തു, ഇനി കുറച്ച് കാശ് കൂടെ കൊടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഫണ്ട് കൂടെ കൊടുക്കാനായിട്ട് ശാഖകളിൽ നിന്ന് നല്ലൊരു സഹകരണമാണ്. ചെറിയൊരു കാര്യം പോരാ. യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗം AK ഗോപിദാസ് അധ്യക്ഷത വഹിച്ചു. യൂണിയൻ കൺവീനർ സന്തോഷ് ശാന്തി, അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളായ MP പ്രമോദ്, PB ദിലീപ്, KK പൊന്നപ്പൻ, പോഷക സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. പ്രശസ്ത ചലച്ചിത്രതാരം പ്രമോദ് വെളിയനാട് കലാപരിപാടി ഉദ്ഘാടനം ചെയ്തു. ഓണസദ്യയ്ക്ക് ശേഷം വിവിധ കലാകാരന്മാർ അവതരിപ്പിച്ച കലാപരിപാടികൾ, ചണ്ടാലഭിക്ഷുകി നൃത്തനാടകം എന്നിവ അരങ്ങേറി. ചിത്രരചനയ്ക്ക് സംസ്ഥാനതലത്തിൽ 1ാം സ്ഥാനം നേടിയ മാസ്റ്റർ ഋഗ്വേദ് അഭിലാഷിനെ ചടങ്ങിൽ ആദരിച്ചു. ചങ്ങനാശ്ശേരി നഗരസഭ 14ാം വാർഡ് സഭയുടെ നേതൃത്വത്തിൽ ഓണാഘോഷവും ഓണക്കിറ്റ് വിതരണവും നടത്തി. ചലച്ചിത്ര സംവിധായകനും നടനുമായ ജോണി ആന്റണി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഈ ഓണത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, കള്ളവും ചതിയും ഒന്നുമില്ലാത്ത ഒരു നല്ല കാലത്തിന്റെ ഓർമ്മയാണ്. ഇനി ഒരിക്കലും നമുക്കൊന്നും ആ കാലം തിരിച്ചു കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷയുമില്ല. പക്ഷെ നമുക്ക് തോന്നുന്നൊരു കാര്യം, മനസ്സുകൊണ്ട് നമുക്ക് തന്നെ ഒന്ന് ആത്മശോധന ചെയ്ത് നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയും, മറ്റുള്ളവരുടെ അവർ കുറ്റം കാണാൻ ശ്രമിക്കുന്നതിനും നല്ലത് നമ്മളിൽ എന്തെങ്കിലും കുറ്റമുണ്ടോ, നമ്മളിൽ എന്തെങ്കിലും തിന്മയുണ്ടോ, അത് മാറ്റുന്നതാണ് നല്ലത് എന്ന് തീരുമാനിച്ചാൽ ഒരു പരിധിവരെ ഈ നാട് വളരെയധികം നന്നാവും. അയൽവക്കത്തെ വീടിന്റെ അടുക്കളയിൽ പോയെന്നുണ്ടോ നോക്കാതെ നമ്മുടെ വീടിന്റെ അടുപ്പ് പോയിക്കാൻ ശ്രമിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഈ ഓണത്തിന് എനിക്ക് കൊടുക്കാനുള്ള സന്ദേശമാണ്. അല്ലാതെ ഇപ്പൊ നമ്മള് സിനിമ പ്രവർത്തനം കഴിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, അവര് തമ്മിൽ പിരിയോ, അവർ കെട്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. നമ്മളെന്തിനാ അവര് പിരിയോ അവര് കെട്ടോ എന്ന് അന്വേഷിക്കുന്നത്? നമ്മുടെ വീട്ടിലാരും പിരിയാതിരിക്കാൻ നമുക്ക് നോക്കാം. നമ്മുടെ മക്കളുണ്ടെങ്കിൽ അവരെ തന്നെ കല്യാണം നന്നായിട്ട് നടത്താൻ നോക്കാം. അതൊരു സന്ദേശമാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും എല്ലാവർക്കും ഒരു നല്ല കാര്യം ഞാൻ ആശംസിച്ചുകൊണ്ട് നഗരസഭാ വികസനകാര്യ സ്ഥിരസമിതി അധ്യക്ഷ നജിയ നൌഷാദ് അധ്യക്ഷത വഹിച്ചു. പരിപാടിയോടനുബന്ധിച്ച് കലാഭവൻ താജ് നയിച്ച ഗാനമേളയും നടത്തി. വിവിധ അയൽക്കൂട്ടങ്ങളുടെ നേതൃത്വത്തിൽ കലാപരിപാടികൾ അരങ്ങേറി. ജോമി ജോസഫ്, ബീന ജിജൻ, ലിസി വർഗീസ്, ചാൾസ് പാലാത്ര, മുസമ്മിൽ ഹാജി എന്നിവർ സംസാരിച്ചു. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് നാടിന്റെ അന്ത്യാഞ്ജലി.
പാർട്ടി തകഴി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മങ്കൊമ്പ് തെക്കേക്കരയിൽ മൗനജാഥയും അനുശോചന യോഗവും സംഘടിപ്പിച്ചു. പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ വക്താവായിരുന്നു യെച്ചൂരി എന്ന CPIM ജില്ലാ കമ്മിറ്റി അംഗം CK സദാശിവൻ. മനുഷ്യ സമുദായം വളരുന്നത് പ്രാകൃത കമ്മ്യൂണിസത്തിൽ നിന്ന് അതിൻ്റെ വികസന രൂപമായിട്ടുള്ള കമ്മ്യൂണിസത്തിലേക്കാണ്. അതിൻ്റെ ആദ്യപടിയായിട്ടുള്ള സോഷ്യലിസത്തിലേക്കാണ്. ഇവിടെ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രായോഗികമായ നടപടി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രയോഗിക്കേണ്ടതുണ്ട്. ആ പ്രയോഗം നമ്മൾ കണ്ടു അടുത്ത കാലത്ത്. എന്താണ് ആ പ്രയോഗം? ഇന്ത്യ മുന്നണിയുടെ രൂപീകരണം. അതിൻ്റെ ശില്പിയായിരുന്നു അദ്ദേഹം. ഇത് കോൺഗ്രസുമായിട്ടൊക്കെ ഒരു രൂപത്തിലുള്ളൊരു ബന്ധം വേണം, ഇങ്ങനൊരു ബന്ധം വേണം എന്നൊക്കെയുള്ള സംശയം ഉണ്ടായിരുന്നു പലർക്കും. നമ്മുടെ ഭരണഘടന വെല്ലുവിളിയെ നേരിടുകയാണ്. മതനിരപേക്ഷത എന്ന് പറയുന്നത് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ബഹുസ്വരത എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജനാധിപത്യം ഇവിടെ അസ്തമിക്കാൻ വേണ്ടി പോവുകയാണ്. ഇതിന് നേതൃത്വം കൊടുക്കുന്നത് BJP ആണ്. അതുകൊണ്ട് ഇതിനന്ത്യം കുറിക്കണം. ഇതിനന്ത്യം കുറിക്കണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രം വിചാരിച്ചാൽ പറ്റത്തില്ല. അവിടെയാണ് ഇന്ത്യ മുന്നണിയുടെ രൂപീകരണത്തിലേക്ക് എത്തുന്നത്. അതാണ് പ്രയോഗം. മങ്കൊമ്പ് പാർട്ടി ഓഫീസിൽ നിന്ന് ആരംഭിച്ച മൗനജാഥ മങ്കൊമ്പ് ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് ചേർന്ന അനുശോചന യോഗത്തിൽ CPIM തകഴി ഏരിയ കമ്മിറ്റി സെക്രട്ടറി KS അനിൽകുമാർ അധ്യക്ഷനായി. മുൻ MLA KK ഷാജു, കോൺഗ്രസ് നേതാവ് ടിജിൻ ജോസഫ്, CPI നേതാവ് TD സുശീലൻ, കേരള കോൺഗ്രസ് M നേതാവ് ജോസഫ് K നെല്ലുവേലി, NCP നേതാവ് ജിജോ തോമസ് നെല്ലുവേലി, RSP നേതാവ് സുബ്രഹ്മണ്യൻ, കേരള കോൺഗ്രസ് ജോസഫ് നേതാവ് CT തോമസ്, ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവ് ജോപ്പൻ ജോയ്, CPI നേതാവ് B ലാലി, CPIM നേതാക്കളായ AD കുഞ്ഞച്ചൻ, S സുധിമോൻ, KG അരുൺകുമാർ, അംബിക ഷിബു എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. വൃദ്ധസദനത്തിലും വനിതാ മന്ദിരത്തിലും കഴിയുന്നവർക്ക് തങ്ങളുടെ സാധന സാമഗ്രികൾ സൂക്ഷിക്കാൻ ലോക്കർ സംവിധാനമുള്ള സ്റ്റീൽ അലമാരകൾ സമ്മാനിച്ച് ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിച്ചവരുടെ കൂട്ടായ്മ. പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും റിട്ടയർ ചെയ്തവരുടെ കൂട്ടായ്മയായ ആലപ്പുഴ സൗഹൃദ PWD ആണ് മാതൃകാ പ്രവർത്തനം കാഴ്ചവെച്ചത്. ചാരിറ്റി പ്രവർത്തനത്തിന്റെ ഭാഗമായി ആലിശ്ശേരി വൃദ്ധസദനത്തിൽ വസ്ത്രങ്ങൾ, കിടക്കവിരികൾ, കുട്ടികൾക്കുള്ള ഓണക്കോടികൾ എന്നിവയും സൗഹൃദ PWD നൽകി. H സലാം MLA വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ഓണത്തിൻ്റെ ഒരു ദിനം ഒരുമിച്ച് ആഘോഷിക്കാനും അവർക്ക് സഹായകരമായ നിലയ്ക്കുള്ള കാര്യങ്ങൾ അവർക്ക് നൽകാനും വേണ്ടിയുള്ള ഒരു ഉദ്യമമാണ് സൗഹൃദ PWD എന്ന കൂട്ടായ്മ ഏറ്റെടുത്തത്. അതിനെ മുൻകൈയെടുത്ത നിങ്ങളെല്ലാം പ്രത്യേകമായി സന്ദർഭത്തിൽ അഭിനന്ദിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇത്തരം കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമുക്കൊരു പക്ഷേ ഒരു ചടങ്ങ് ചെറിയ ചടങ്ങായിട്ട് തോന്നാമെങ്കിലും നിങ്ങൾ നിങ്ങളുടെ സർവീസ് കാലത്ത് പൊതു സേവനത്തിൻ്റെ ഭാഗമായി വലിയ വലിയ മന്ദിരങ്ങൾ ബിൽഡ് ചെയ്തവരായിരിക്കും. അങ്ങനെ സമൂഹത്തിൽ നിങ്ങൾ കെട്ടിപ്പൊക്കിയ അല്ലെങ്കിൽ നിങ്ങളുടെ മേൽനോട്ടത്തിൽ കെട്ടി ഉയർത്തപ്പെട്ട എല്ലാ സൗധങ്ങൾക്കും അപ്പുറമായൊരു വലിപ്പം നിങ്ങൾ ഈ ചടങ്ങിൽ, ഈ വേദിയിൽ തീർക്കുന്ന ഈ ചടങ്ങിനുണ്ട് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി കണക്കാക്കണം എന്നതാണ് എനിക്ക് പ്രത്യേകമായ സന്ദർഭത്തിൽ പറയാനുള്ള കാര്യം. നഗരസഭാ ചെയർപേഴ്സൺ KK ജയമ്മ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ നസീർ പുന്നയ്ക്കൽ, AS കവിത, വാർഡ് കൗൺസിലർ B നസീർ, സൗഹൃദ PWD സെക്രട്ടറി AS കണ്ണൻ, KN ഷൈൻ, നാസർ പട്ടരുമടം എന്നിവർ സംസാരിച്ചു. പത്തനംതിട്ട ജില്ലയിലെ നിരണം പഞ്ചായത്തിനെയും ആലപ്പുഴ ജില്ലയിലെ തലവടി പഞ്ചായത്തിനെയും ബന്ധിപ്പിച്ച് വട്ടടിക്കടവിൽ പാലം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് പാലം സമ്പാദക സമിതി മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനത്തെ തുടർന്ന് നടപടികൾ ആരംഭിച്ചു. പൊതുമരാമത്ത് വകുപ്പ് ബ്രിഡ്ജസ് വിഭാഗം ഓവർസിയർമാരായ അജിമോൻ, ശ്രീജിത്ത് എന്നിവർ വട്ടടിക്കടവിലെത്തി റിപ്പോർട്ട് തയ്യാറാക്കി. പാലം സമ്പാദക സമിതിയുടെ നേതൃത്വത്തിൽ ജനകീയ യോഗം വിളിച്ചു ചേർത്ത് പ്രദേശവാസികളുടെ ഒപ്പ് ശേഖരണം നടത്തിയിരുന്നു. പിന്നീട് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി. ഇതേ തുടർന്നാണ് വട്ടടിക്കടവിൽ ഉദ്യോഗസ്ഥർ സന്ദർശിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയത്. പാലം സമ്പാദക സമിതി ചെയർമാൻ ഡോക്ടർ ജോൺസൺ B ഇടിക്കുള, ജനറൽ കൺവീനർ അജോയ് K വർഗീസ്, ലയൺസ് ക്ലബ്ബ് ഓഫ് എടത്വ ടൗൺ സെക്രട്ടറി ബിൽബി മാത്യു കണ്ടത്തിൽ, സിനു രാധേയം എന്നിവർ പാലത്തിന്റെ ആവശ്യകതയെ സംബന്ധിച്ച് ഉദ്യോഗസ്ഥരോട് വിശദീകരിച്ചു. തുടർന്ന് സ്ഥലത്തെ കടത്തുവള്ളത്തിന്റെ സഹായത്തോടെ മറുകരയായ പത്തനംതിട്ട ജില്ലയിലെ നിരണം പഞ്ചായത്തിലും സന്ദർശനം നടത്തിയ ശേഷമാണ് ഉദ്യോഗസ്ഥർ മടങ്ങിയത്.
വട്ടടിക്കടവിൽ പാലം യാഥാർത്ഥ്യമായാൽ ഇരു ജില്ലകളിലെയും യാത്രക്കാർക്ക് ഏറെ ഗുണകരമാകും. തലവടി പ്രദേശത്തുള്ളവർക്ക് വിയ്യപുരം ഹരിപ്പാട് ഭാഗത്തേക്കും നിരണം പഞ്ചായത്ത് വഴി തിരുവല്ലയിലേക്കും എളുപ്പത്തിലെത്താൻ കഴിയും. നിരണം വിയ്യപുരം പ്രദേശത്തുള്ളവർക്ക് കുട്ടനാട്ടിലേക്കുള്ള എളുപ്പവഴിയുമാണ് ഇത്. ക്രൈസ്തവ ആത്മായ ഐക്യവേദി സംസ്ഥാന സമിതിയുടെ ആഭിമുഖ്യത്തിൽ കിടങ്ങറ സ്നേഹതീരം റീഹാബിലിറ്റേഷൻ സെന്ററിൽ നടത്തിയ ഓണാഘോഷ പരിപാടികൾ അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ MLA ഉദ്ഘാടനം ചെയ്തു. കാരുണ്യ സ്പർശം 2024 എന്ന പേരിലായിരുന്നു പരിപാടി. ചടങ്ങിൽ ക്രൈസ്തവ ആത്മായ ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് ചെയർമാൻ ബിജു വലിയ വീട്ടിൽ അധ്യക്ഷനായിരുന്നു. SNDP യോഗം കുട്ടനാട് യൂണിയൻ കൺവീനർ സന്തോഷ് ശാന്തി മുഖ്യപ്രഭാഷണം നടത്തി. ഔസേപ്പച്ചൻ ചെറുകാട്, കത്തോലിക്ക കോൺഗ്രസ് അതിരൂപത സെക്രട്ടറി ചാക്കപ്പൻ ആന്റണി, കോൺഗ്രസ് നേതാവ് അലക്സാണ്ടർ പുത്തൻപുര, മദർ തെരേസ ഫൗണ്ടേഷൻ ചെയർമാൻ ലാലി ഇളപ്പുങ്കൽ, പിതൃവേദി ചങ്ങനാശ്ശേരി അതിരൂപത ജനറൽ സെക്രട്ടറി ജോഷി കൊല്ലാപുരം, ജോണി പത്രോസ്, അൽമായ ഐക്യവേദി കൺവീനർ ജേക്കബ് ജെ പെരുമ്പ്ര, സിസ്റ്റർ ടെസ്മരിയ പഴയമടം എന്നിവർ സംസാരിച്ചു. രാമഗിരി ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ക്ലബ് ഡിസ്ട്രിക്ട് ഗവർണർ R. വെങ്കടാചലം പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ലില്ലി സ്കൂളിന്റെ ബഡ് സ്കൂളിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ചെങ്ങന്നൂരിൽ വെച്ച് നടത്തിയപ്പോൾ ജലീൽ മിനിസ്റ്റർ പങ്കെടുത്ത ആ പരിപാടിയിൽ ഇവിടെ നിന്നുള്ള കുട്ടികളെയാണ് അവരുടെ കലാപ്രകടനങ്ങൾ നടത്തുവാനായിട്ട് ക്ഷണിച്ചിരുന്നത്. അവരെല്ലാവരും തന്നെ വന്ന് വളരെ ഭംഗിയായിട്ട് ആ കലാപരിപാടികൾ നടത്തിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ 2-3 പ്രാവശ്യം ഈ സ്കൂൾ സന്ദർശിക്കാൻ ഇടയായിട്ടുണ്ട്. സിസ്റ്റർ ക്ഷണപ്രകാരമൊക്കെ വളരെ ഭംഗിയായിട്ട് നടത്തപ്പെടുന്ന ഒരു ഡിഫറൻ്റ്ലി ഏബിൾഡ് സ്കൂളാണ് ഇത് എന്ന് എനിക്ക് പലതവണ മനസ്സിലായിട്ടുണ്ട്. ഇവിടെ നിന്നും പഠിച്ച് ഇംപ്രൂവ് ചെയ്ത് നമ്മുടെ സൊസൈറ്റിയിലേക്ക് ഇറങ്ങി വരുന്ന ധാരാളം കുട്ടികൾ അന്ന് തന്നെ ഉണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. സ്വയം മാർക്കറ്റിൽ പോകുന്നതും ഒറ്റയ്ക്ക് ബസ്സിൽ സഞ്ചരിക്കുകയും ഒക്കെ ചെയ്യുന്ന കുഞ്ഞുങ്ങൾ ഈ സ്കൂളിൻ്റെ സംഭാവനയായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇന്നും അത് തുടരുന്നുണ്ടാവുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ചടങ്ങിൽ ലയൺസ് ക്ലബ് റീജിയണൽ ചെയർപേഴ്സൺ ജേക്കബ് ടി നീണ്ടിശ്ശേരി അധ്യക്ഷനായി. മുൻ ഡിസ്ട്രിക്ട് ഗവർണർ സണ്ണി വി സക്കറിയ മുഖ്യപ്രഭാഷണം നടത്തി. ക്ലബ് ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറി VK സജീവ്, സ്കൂൾ മാനേജർ സിസ്റ്റർ ടെസ, പ്രിൻസിപ്പാൾ സിസ്റ്റർ ലിറ്റി മരിയ, തോമസ് കുട്ടി ആനിത്തോട്ടം, R. രാജേഷ് എന്നിവർ സംസാരിച്ചു. ഇന്റർനാഷണൽ ചാരിറ്റി സർവീസസ് അവാർഡ് ജേതാവും എടത്വ ടൗൺ ലയൺസ് ക്ലബ് പ്രസിഡന്റുമായ ഡോക്ടർ ജോൺസൺ V. ഇടിക്കുളയെ ചടങ്ങിൽ അനുമോദിച്ചു. കുട്ടനാട്ടിലെ വിവിധ സ്കൂളുകളിൽ നടത്തിയ ഓണാഘോഷ പരിപാടികൾ ശ്രദ്ധേയമായി. എടത്വ സെന്റ് മേരീസ് LP സ്കൂളിലും പുളുങ്ങുന്ന സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലും കഴിഞ്ഞ ദിവസമായിരുന്നു ഓണാഘോഷ പരിപാടികൾ. എടത്വ സെന്റ് മേരീസ് LP സ്കൂളിൽ ഓണം ഒരുമയുടെ ഈണം 2024 എന്ന പേരിലായിരുന്നു ഓണാഘോഷ പരിപാടികൾ. സ്കൂൾ PTA നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയോടനുബന്ധിച്ച് സമ്മാനോത്സവം നറുക്കെടുപ്പും നടത്തി. എടത്വ സെന്റ് ജോർജ് പള്ളി അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ അനീഷ് കാമിച്ചേരി, ഫാദർ ബ്രിൻഡോ മനയത്ത് എന്നിവരുടെ നേതൃത്വത്തിലാണ് സമ്മാനാർഹരെ തിരഞ്ഞെടുത്തത്. ഒന്നാം സമ്മാനമായ സൈക്കിൾ മേരി മാതാ ചർച്ച് വികാരി ഫാദർ അജോ PDAക്കൽ കരസ്ഥമാക്കി. തുടർന്നുള്ള 10 ഭാഗ്യശാലികളെയും തിരഞ്ഞെടുത്ത് സമ്മാനം നൽകി. 25,000 രൂപയോളം വിലമതിക്കുന്ന സമ്മാനങ്ങളാണ് വിതരണം ചെയ്തത്. ഓണക്കളികളും കലാപരിപാടികളും നടന്നു. വിഭവസമൃദ്ധമായ ഓണസദ്യയോടെയാണ് ആഘോഷ പരിപാടികൾ സമാപിച്ചത്. പുളിങ്ങുന്ന് സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഓണാഘോഷം പുളിങ്ങുന്ന് ഫൊറോന പള്ളി വികാരി റവറൻ ഡോക്ടർ ടോം പുത്തൻകളം ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നീനു ജോസഫ്, സ്കൂൾ മാനേജർ ഫാദർ ജോസുകുട്ടി J. കളം CMI, വാർഡ് മെമ്പർ ജോസഫ് മാമ്പൂത്ര, PTA പ്രസിഡന്റ് ജോബ് KM, PTA വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രീതി സജി, ഹെഡ്മാസ്റ്റർ ഫാദർ ജോസഫ് PJ കുറുപ്പശ്ശേരി CMI, വിദ്യാർത്ഥി പ്രതിനിധി ജൈവൽ മാത്യു റജി എന്നിവർ സംസാരിച്ചു. ചെണ്ടമേളത്തിൻ്റെയും പുലികളി സംഘത്തിൻ്റെയും അകമ്പടിയോടെയാണ് കുട്ടികളെ കാണാൻ മാവേലി എത്തിയത്. സ്കൂൾ മുറ്റത്ത് പൂക്കളമിട്ട് കുട്ടികൾ മാവേലിയെ സ്വീകരിച്ചു. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും തിരുവാതിരകളി, ഓണപ്പാട്ട്, ഓണക്കളികൾ എന്നിവ ഉണ്ടായിരുന്നു. ഓണസദ്യയുടെ ആഘോഷ പരിപാടികൾക്ക് സമാപനമായി. മാന്നാർ നാഷണൽ ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ ഗ്രന്ഥശാല ദിനം ആചരിച്ചു. ഗ്രന്ഥശാല പ്രസിഡന്റ് R. ശശിധരൻ പതാക ഉയർത്തി. ഗ്രന്ഥശാലയുടെ സ്ഥാപക അംഗങ്ങളായിരുന്ന ഡോക്ടർ K. ബാലകൃഷ്ണപിള്ള, NK കുട്ടൻ നായർ, PP വാസുപിള്ള എന്നിവരെ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് LP സത്യപ്രകാശ് ആദരിച്ചു. ഗ്രന്ഥശാല ദിനത്തോടനുബന്ധിച്ച് പുസ്തക സമാഹരണവും അംഗത്വ പ്രചാരണവും നടത്തി. ഗണേഷ് കുമാർ G, KG ത്രിവിക്രമൻ പിള്ള, TS ശ്രീകുമാർ, മുരളി മോഹൻ, വിജയ് എന്നിവർ സംസാരിച്ചു.
ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6865 രൂപ, പവന് 54,920 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.